ഉത്തരാഖണ്ഡിലേക്ക് നമുക്ക് പോയാലോ? അപ്പോൾ വാരണാസി കഴിഞ്ഞു, അയോധ്യ കഴിഞ്ഞു, ഇനി ഉത്തരാഖണ്ഡിലേക്കാട്ടോ പോകുന്നത്. എന്തായാലും ഈ തണുപ്പത്ത് ചായ കുടിച്ച് മുന്നോട്ട് നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. തണുപ്പുണ്ടോയെന്ന് വെച്ചാൽ തണുപ്പുണ്ട്, എങ്കിലും നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന തണുപ്പൊക്കെ തന്നെ. എന്നിരുന്നാലും ഇതുപോലൊരു ചൂടൊക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ, അതിൻ്റെ ഫ്രണ്ടിൽ വന്നിങ്ങനെ നിൽക്കാൻ ഭയങ്കര സുഖമാണ്. പോയി രാവിലെ ആയപ്പോഴേക്കും വിശപ്പടിച്ച് തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഒരു കടയിൽ കയറിയപ്പോൾ ഇവിടെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടല കുറച്ച് പണിയാണ്. പിന്നെ കിട്ടും കേട്ടോ, നമ്മുടെ പനീർ പറാത്ത, അണിയൻ പറാത്ത, ആ പറാത്ത ഈ പറാത്ത എന്നൊക്കെ പറഞ്ഞിട്ട് 3 നേരവും പറാത്ത കഴിച്ചാൽ സത്യം പറഞ്ഞാൽ ചെറുതായിട്ട് മടുത്തു തുടങ്ങി. അപ്പോഴാണ് ബൺമക്കാനെന്നോ എന്തോ പേര് പറഞ്ഞിട്ടൊരു സാധനം. വേറൊന്നുമല്ല, ബണ്ണിനെ നടുവേ മുറിച്ചിട്ട് അതിനകത്ത് ബട്ടർ തേച്ച് ചൂടാക്കി തരുന്നതാണ്. അതിൽ ബട്ടറിൻ്റെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമ്മളിൽ ഉണ്ടായിരുന്ന ജാമും ന്യൂട്ടലൊക്കെ വെച്ച് കഴിച്ചിട്ട് ഒരു അണിയൻ പക്കാടോടെ വാങ്ങി കഴിച്ചു. ഇവിടുത്തെ അണിയൻ പക്കാട നല്ല ടേസ്റ്റ് ആട്ടോ. പക്ഷേ ആ എണ്ണ വർഷങ്ങൾ പഴക്കം ചെന്ന എണ്ണയാണെന്ന് കഴിച്ചപ്പോൾ മനസ്സിലാക്കാൻ പറ്റി. പോകും വഴിക്ക് നിറയെ ഈ കരിമ്പിൻ തോട്ടം കണ്ടു കേട്ടോ. അങ്ങനെ ഒരു കരിമ്പിൻ തോട്ടത്തിൽ ഇറങ്ങി വീഡിയോ എല്ലാം എടുത്തിട്ട് കയറിപ്പോഴേക്കും അടുത്ത കരിമ്പിൻ തോട്ടത്തിൽ നിന്ന ആൾക്കാർ കരിമ്പ് വിളവെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുക കേട്ടോ. അത് കണ്ടപ്പോൾ പിന്നെ ഏട്ടൻ അവിടെ ഇറങ്ങി വീഡിയോ എടുത്തേ പറ്റത്തുള്ളൂ. എന്നാൽ പിന്നെ ഞാനും കൂടെ ഇറങ്ങി. അങ്ങനെ അവർ വിളവെടുപ്പ് എടുക്കുന്നത് കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, ഒരു കരിമ്പ് തരുമോ ചേട്ടാന്ന് ചോദിച്ചു. അപ്പോൾ ആ ചേട്ടൻ എന്തൊക്കെ ഹിന്ദിയിൽ പറഞ്ഞു, തരുമെന്നോ തരില്ലെന്നോ എന്തോ പറഞ്ഞു. ഓക്കെ ശരി ആയിക്കോട്ടെ, തരില്ലാന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങൾ നേരെ കാറിൻ്റെ അടുത്തേക്ക് നീങ്ങിയപ്പോഴേക്കും ആ ചേട്ടനും വേറൊരു പയ്യനും കൂടി ഒരു കെട്ട് കരിമ്പും കൊണ്ട് വന്നിട്ട് ആ കൊണ്ടുപോയിക്കോളൂ, വേണ്ട ഒരെണ്ണം കഴിക്കാൻ ടേസ്റ്റിന് തന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് കേൾക്കില്ല. അവർ ആ കെട്ട് കരിമ്പ് നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോയേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് വെട്ടി മുറിച്ച് അവർ തന്നെ നമ്മുടെ കാറിനകത്ത് വെച്ച് തന്നു കേട്ടോ. ഇത്രയും സ്നേഹമുള്ള നോർത്ത് ഇന്ത്യൻസ് ആൾക്കാരുണ്ടെന്നുള്ളത് എനിക്ക് ഇവരെ കണ്ടപ്പോൾ മനസ്സിലായി. അത്രയും സ്നേഹത്തോടെ അവർ വെട്ടിപ്പറക്കി കാറിനകത്ത് അവർ തന്നെ വെച്ച് തന്നു. എന്തായാലും ഇവിടുത്തെ കരിമ്പ് ടേസ്റ്റ് ചെയ്തപ്പോൾ സൂപ്പർ എന്ന് പറഞ്ഞാലും നമ്മൾ മൂന്നാറൊക്കെ കരിമ്പ് ടേസ്റ്റ് ചെയ്യില്ല, ആ ടേസ്റ്റ് ഒന്നും ഇല്ല കേട്ടോ. ഭയങ്കര ജ്യൂസിയാണ്, ഭയങ്കര സ്വീറ്റുമാണ്. കുറച്ച് കരിമ്പ് ഞാനും വേറെ ഏട്ടനും കൂടി കഴിച്ചു കേട്ടോ, അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വീണ്ടും വിശപ്പിൻ്റെ വിളി വന്നു. ഉച്ചയായപ്പോഴേക്കും വീണ്ടും റൊട്ടി. ഞാനൊരു പനീർ പറാത്ത പറഞ്ഞു. ആ പറാത്തയ്ക്കകത്ത് മല്ലിയിലല്ലോ ഉലുവായല്ല എന്തോ ഇട്ടിട്ട് ഒരു വല്ലാത്ത ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പക്ഷെ അല്ലായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. റൊട്ടി കൊള്ളാം. പിന്നെ ആലു മട്ടർ, ഈ ആലു മട്ടർ ഇല്ലാത്ത ഒരു പരിപാടി ഇവർക്കില്ല കേട്ടോ. ആ ഒരു കറിയും വാങ്ങി, കുഴപ്പമുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് ചുരം കയറി നമ്മൾ ഉത്തരാഖണ്ഡിൽ എടുത്തിട്ടുള്ള റിസോർട്ടിലേക്ക് വന്നിട്ടുണ്ട്. സമയം 7-7:30 മണിയായി. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഭംഗി അധികം ആസ്വദിക്കാൻ പറ്റിയില്ല. 6 മണിക്ക് എത്തുന്നതായിരുന്നു. പക്ഷേ റോഡ് ഭയങ്കര ബ്ലോക്കായിരുന്നു. ഫുൾ ഹൈ റേഞ്ച് കയറുന്ന റോഡ് വളവും തിരിവിലും കയറ്റത്തിലും ബ്ലോക്കായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു 1.5-2 മണിക്കൂർ ലേറ്റ് ആയിട്ടാണ് നമ്മൾ റൂമിലെത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഭംഗി ആസ്വദിക്കാൻ പറ്റിയിട്ടില്ല. നോർത്ത് ഇന്ത്യയിൽ വന്നിട്ട് 8 ദിവസം ആവുന്നുണ്ട്. ഇത്രയും ദിവസം മൂടൽമഞ്ഞും കാര്യങ്ങളായിട്ട് റോഡും മനുഷ്യരെയും പോലും കണ്ടുകൂടായിരുന്നു. ഉത്തരാഖണ്ഡിൽ വലിയ പ്രതീക്ഷയോടെ വന്നപ്പോഴേക്കും അവിടെ മഞ്ഞുമില്ല, ഒന്നുമില്ല. പക്ഷെ തണുപ്പിനൊരു കുറവുമില്ല കേട്ടോ.